ഇന്ന് നമ്മൾ എക്സലിലെ ഒരു കണക്കാണ് ചെയ്യുന്നത്. റാങ്ക് മാർക്കുകൾ തന്നതിന് ശേഷം അതിൻ്റെ ആവറേജ്, ടോട്ടൽ പെർസെൻറ്റേജ്, റാങ്ക് ഒക്കെ കാണുന്നതാണ്. ആദ്യം നമ്മൾ ഈ കണക്ക് ബുക്കിലോട്ട് പകർത്തണം പഠിക്കുന്നവർ. അതിനുശേഷം ലാപ്ടോപ്പോ കമ്പ്യൂട്ടറിലോ എക്സലിൻ്റെ സ്പ്രെഡ്ഷീറ്റ് എടുക്കുക. സ്പ്രെഡ്ഷീറ്റ് എടുത്തതിന് ശേഷം ഈ മാർക്സും, പേര്, ഫസ്റ്റ് SL നമ്പർ, സെക്കൻഡ് നെയിം, പിന്നെ മാർക്സ്, ഓരോ സബ്ജക്റ്റ് ബേസിൽ മാർക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നു. മാർക്സ് ടോട്ടൽ കാണണം, ആവറേജ് കാണണം, പെർസെൻറ്റേജ് കാണണം, റാങ്ക് കാണണം, സ്റ്റാറ്റസ് കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ കണക്ക് ബുക്കിലോട്ട് പകർത്തുക. അതിനുശേഷം കമ്പ്യൂട്ടറിലോട്ട് നോട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ടോട്ടലാണ് കാണുന്നത്. ഇതാണ് നമ്മൾ ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ഈക്വൽ ടു SUM സം ഷിഫ്റ്റ് അടിച്ച ബ്രാക്കറ്റ് ഓൺ, മാർക്സ്, ഓൾ മാർക്സ് സെലക്ട്, ഷിഫ്റ്റ് അടിച്ച ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. അതിനുശേഷം ഡ്രാഗ് ചെയ്യുക. ഫിൽ ഹാൻഡിൽ മാജിക് വഴി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മാർക്കും കിട്ടും. നെക്സ്റ്റ് ആവറേജ് ഈക്വൽ ടു AVERAGE ആവറേജ്, ഷിഫ്റ്റ് അടിച്ചിട്ട് ബ്രാക്കറ്റ് ഓൺ, ടോട്ടൽ മാർക്ക് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് എല്ലാം സെലക്ട് ചെയ്യുക. ഫിസിക്സ് വരെ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് അടിച്ചിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ഡ്രാഗ് ചെയ്യുക. ഫില്ല് ഹാൻഡിൽ വെച്ച് ഡ്രാഗ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം പേഴ്സൻറ്റേജ് കാണാൻ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ, മൗസ് വെച്ച് ടോട്ടലിൽ വന്ന് സെലക്ട് ചെയ്യുക. ഡിവൈഡഡ്, കമ്പ്യൂട്ടറിൽ ഡിവൈഡഡ് ബൈ എത്ര മാർക്കുണ്ട്? ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ടോട്ടൽ 1 2 3 4 5 6 7 7 നമ്പേഴ്സ്, 7 എടുക്കും. എൻ്റർ. അപ്പോൾ ആവറേജും പെർസെൻറ്റേജും ഒന്ന് തന്നെയാണ് വരുന്നത്. സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റാങ്കാണ് കാണുന്നത്. റാങ്ക് കാണാനായിട്ട് ഇൻസേർട്ട് ഫങ്ഷൻ, ഫോർമുലാസ് ഇൻസേർട്ട് ഫങ്ഷൻ. ഇതിൽ ഫങ്ഷൻ വന്നതിന് ശേഷം നമ്മൾ സെലക്ട് കാറ്റഗറിയിൽ വന്ന് റാങ്കാണ് സ്റ്റാറ്റിക്കലിൽ വന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഫങ്ഷനിൽ വന്ന് റാങ്കാണ് നമുക്ക് കണ്ടത്. റാങ്ക് എന്ന് പറഞ്ഞ ഫങ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ടോട്ടൽ, ഫസ്റ്റ് ടോട്ടലിൽ വന്ന് സെലക്ട് ചെയ്യുക. റെഫിൽ വന്നതിന് ശേഷം ടോട്ടൽ മുഴുവനായി സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് റാങ്ക് കിട്ടി. ഡ്രാഗ് ചെയ്യും. ഓക്കെ.